നല്ല തേങ്ങ അരച്ച് കൊടമ്പുളിയിട്ട മീൻകറി. ഒരു മൺചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോഴത്തേക്കും കടുക് പൊട്ടിച്ച് ഉലുവ പൊട്ടിച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി വഴറ്റി ചോപ്പ് ചെയ്ത ചെറിയുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് വഴറ്റിയെടുത്ത് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് പച്ചമണം മാറുമ്പോഴത്തേക്കും ടൊമാറ്റോയും കൂടി ചോപ്പ് ചെയ്ത് ചേർത്ത് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. അതിലേക്ക് കുതിർത്ത കുടമ്പുളിയും വെള്ളവും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് മീനൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്മീനാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് ഉടഞ്ഞു പോവാതെ മിക്സ് ചെയ്ത് വെക്കാം. മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ നല്ല അടിപൊളി കുടംപുളിയിട്ട തേങ്ങ അരച്ച മീൻകറി റെഡി. ലാസ്റ്റ് ആയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് തുറന്നാൽ നല്ല അടിപൊളി മീൻകറി റെഡി. അമ്മയുടെ ഓഫീസ് ക്യാൻറ്റീനിൽ സിന്ധു ആൻറ്റി നല്ല അടിപൊളിയായിട്ട് ഈ മീൻകറി വെക്കും. ആൻറ്റിയുടെ നാട്ടോ ഈ റെസിപ്പി ഞാൻ പഠിച്ചത്. അപ്പൊ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇത് എറണാകുളം സ്റ്റൈൽ തേങ്ങ അരച്ച കുടംപുളിയിട്ട മീൻകറി.